ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് ഇപ്പോൾ വലിയ ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ബില്ല് നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഈ പാർലമെന്റ് കാലഘട്ടത്തിൽ തന്നെ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന പാർലമെന്റിൽ തന്നെ ഈ ബില്ല് അവതരിപ്പിക്കുമെന്നാണ് പറയുന്നത്. മന്ത്രിസഭ, കേന്ദ്ര മന്ത്രിസഭ ആ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആ ഒരു ബില്ലിന് അംഗീകാരം നൽകുകയും ചെയ്തിരിക്കുന്നു. ഈ അവസ്ഥയിൽ ആ ബില്ല് വീണ്ടും ചർച്ചയാവുകയാണ്. പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി ആ ബില്ലിലെ ചില വ്യവസ്ഥകൾ, ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ പെട്ടെന്ന് പുറത്തു വന്നതല്ല, ഏകദേശം നേരത്തെയും നമ്മുടെ ഭാഗത്ത് പല മാധ്യമങ്ങൾക്കും ഇത് നമ്മളുമൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും 2029 അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഈ ബില്ല് പാസ്സാകും എന്നതാണ് ഇതുവരെ നമ്മൾ അറിഞ്ഞിരുന്നതും കണക്കാക്കിയിരുന്നതും നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിരുന്നതും. അതിനാണ് സാധ്യത എന്നാണ്. 2023 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഒരുമിച്ച്, എല്ലാ നിയമസഭകളിലേക്കും ലോക്സഭയിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യത എന്ന്. പക്ഷേ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ വെച്ചിട്ട് 2023 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സാധ്യത കുറവാണെന്നും അത് 2034 അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും ഇത് നടപ്പിലാക്കാൻ പോകുന്നത് എന്ന വിവരവുമാണ് പുറത്തു വരുന്നത്. വ്യക്തതയില്ല, ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല, ബില്ല് അവതരിപ്പിച്ചിട്ടില്ല. അതിനു മുമ്പ് ചില കാര്യങ്ങൾ പുറത്തു വരുന്നില്ലെന്നാണ് നമ്മളിന്നും പറയുന്നത്. ബില്ല് അവതരിപ്പിച്ച് കഴിയുമ്പോൾ മാത്രമേ, അവതരിപ്പിച്ചാലും ബില്ലിനെക്കുറിച്ചും ബില്ല് നിയമങ്ങളെക്കുറിച്ചും മാത്രമേ വരൂ. അത് എന്ന് മുതൽ നടപ്പിലാക്കൂ എന്നുള്ളത് പിന്നീട് പുറത്തു വരാൻ സാധ്യതയുള്ളൂ. അത് ഗവൺമെന്റ് തീരുമാനമാണ്. ബില്ല് പാസ്സായി കഴിഞ്ഞാൽ എന്ന് മുതൽ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുള്ളത് ഗവൺമെന്റിന്റെ തീരുമാനമാണ്. എന്തായാലും ബില്ല് കൃത്യമായിട്ടും മന്ത്രിസഭ അംഗീകരിച്ചു കഴിഞ്ഞ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കും. ഇനി ഈ ബില്ല് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുമെന്നുള്ളത് ഇപ്പോഴും പലർക്കും ചില കൺഫ്യൂഷൻസ് ഉണ്ട്, ഒരു ആശയ വ്യക്തതയില്ല നമുക്കെല്ലാവർക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അതിൻ്റെ ബേസ് ചെയ്തുകൊണ്ടാണ്, അതിനെ കണക്കാക്കിയായിരിക്കും നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ലോക്സഭാ കാലാവധി കഴിയുമ്പോൾ നിയമസഭയുടെ കാലാവധിയും കഴിയുന്ന തരത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. അപ്പോൾ എല്ലാ നിയമസഭകളും അത്തരത്തിലല്ല ഉള്ളത്. അപ്പോൾ ലോക്സഭ കഴിഞ്ഞിട്ട് വരുന്ന ചില ലോക്സഭയ്ക്ക് മുമ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കാലാവധി ഇരുന്ന നിയമസഭകളുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ടടുത്ത ഒരു 6 മാസമോ 1 വർഷമോ കഴിയുമ്പോൾ കഴിയുന്ന നിയമസഭകളുണ്ട്. അത്തരം നിയമസഭകൾ ഒക്കെ എങ്ങനെ വരും എന്നുള്ളൊരു സംശയമുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന, മുമ്പ് കാലാവധി ഇരുന്ന ഒരു നിയമസഭ ഉണ്ടെങ്കിൽ ആ നിയമസഭ യഥാസമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് നടക്കും. പക്ഷേ അതൊരു ഇടക്കാല തെരഞ്ഞെടുപ്പായിട്ടായിരിക്കും വരുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ഒരു ലോക്സഭ കാലാവധി കഴിയാൻ വേണ്ടി ഇനി 1.5 വർഷമുള്ളപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിലെ ഏതെങ്കിലും 1-2 നിയമസഭകളുടെ കാലാവധി കഴിഞ്ഞുവെങ്കിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കും. ആ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ആ തെരഞ്ഞെടുപ്പിന് പിന്നെ അവർക്ക് ഉള്ള ആ തെരഞ്ഞെടുക്കപ്പെടുന്ന ആ നിയമസഭയുടെ കാലാവധി 1.5 വർഷമായിരിക്കും. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് 1.5 വർഷം കഴിയുമ്പോൾ കഴിയും. ആ 1.5 വർഷക്കാലം മാത്രമായിരിക്കും ആ ഒരു നിയമസഭയുടെ അതിനുശേഷം രൂപീകരിക്കുന്ന മന്ത്രിസഭയുടെയും കാലാവധി. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ കാലാവധി അവസാനിക്കും. 5 വർഷത്തേക്കായിരിക്കില്ല എന്നതാണ്. അത് കഴിഞ്ഞിട്ട് ലോക്സഭ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ നിയമസഭയുടെ തെരഞ്ഞെടുപ്പ് നടക്കും. അതുപോലെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 1 വർഷം കഴിയുന്ന നിയമസഭയുടെയും സ്ഥിതി. ആ നിയമസഭകളും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 1 വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നെങ്കിൽ ആ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ നടക്കും. പക്ഷേ ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത 4 വർഷത്തേക്കായിരിക്കും ആ നിയമസഭയുടെ കാലാവധി. 5 വർഷത്തേക്കായിരിക്കില്ല. അപ്പോഴേക്കും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയിരിക്കും. അപ്പോൾ ഈ നിയമസഭയും അതിൻ്റെ കൂടെ എത്തിയിരിക്കും. അങ്ങനെ ക്രമീകരിച്ചായിരിക്കും ഈ നിയമസഭകൾ ഉണ്ടാകുന്നത്. പിന്നെ ഏതെങ്കിലും നിയമസഭകൾ ഇടയ്ക്ക് 5 വർഷം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഒരു നിയമസഭ, നമ്മുടെ എല്ലാ നിയമസഭകളും തെരഞ്ഞെടുപ്പ് നടന്നു വെച്ചോളൂ. ചിലതെല്ലാം ഇതുപോലെ മാറിയും തിരിഞ്ഞൊക്കെ സംഭവിക്കും. അത് ഈ പറയുന്ന അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഒരു യൂണിഫൈഡ് തെരഞ്ഞെടുപ്പായിട്ട് മാറും. അപ്പോൾ അത് കണക്കാക്കിയായിരിക്കും അപ്പോൾ 2023 അത് സംഭവിക്കും, 34 സംഭവിക്കുമെന്ന് പറയുന്നത്. എന്തായാലും ഒരുപക്ഷെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു, നിയമസഭ രൂപീകരിച്ചു. പക്ഷേ ആ നിയമസഭ ചില കാരണങ്ങളാൽ 5 വർഷം പൂർത്തിയാക്കുന്നതിന്
മുമ്പ് ആ നിയമസഭ പിരിച്ചുവിടേണ്ടി വന്നു, അല്ലെങ്കിൽ പിരിഞ്ഞു പോകേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ ആ നിയമസഭയിൽ അവിടെ തിരഞ്ഞെടുപ്പ് നടക്കും. പക്ഷെ ആ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 5 വർഷത്തേക്കായിരിക്കില്ല. അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിന് എത്ര കാലമുണ്ടോ ആ കാലാവധിക്ക് വേണ്ടി മാത്രമായിരിക്കും ആ നിയമസഭയിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത്തരത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ്, ലോക്സഭാ തിരഞ്ഞെടുപ്പുകളെ ക്രമീകരിക്കുക. ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി കാണുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേന്ദ്രഭരണ പ്രദേശത്തെയും ലോക്സഭയിലെയും തിരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിലും രണ്ടാമത്തെ ഘട്ടത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുമാണ് നടക്കുക. അങ്ങനെയാണ് എല്ലാ നിയമസഭകളും, ലോക്സഭയും നിയമസഭയിലും തിരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്താനുള്ള പദ്ധതി. അത് രാംനാഥ് കോവിന്ദിന്റെ കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. എന്നാൽ 2034 കൃത്യമായിട്ടുള്ള ഒരു ഏകീകൃതമായ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്, നിയമസഭ ലോക്സഭ തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. എന്തായാലും അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്ന് നമ്മളിപ്പോഴും പലർക്കും സംശയമുണ്ട്. ഗുണം എന്ന് പറയുന്നത് സാമ്പത്തിക ഗുണം തന്നെയാണ്, സൗകര്യങ്ങളുടെ ഗുണം തന്നെ. ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഒന്ന്, ഉദ്യോഗസ്ഥന്മാർ ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇങ്ങനെ അവരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കും. അവർക്ക് സർക്കാർ ജോലി ചെയ്യുന്ന ജോലികൾക്കിടയിൽ സർക്കാരിൻ്റെ സൃഷ്ടിപരമായ രാഷ്ട്ര നിർമ്മാണപരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒക്കെ നടത്തേണ്ടി വരുമ്പോൾ അവർക്ക് ലോക്സഭയ്ക്കും നിയമസഭയ്ക്കും വേണ്ടി പ്രത്യേകം അവർ അവരുടെ സേവനങ്ങൾ മാറ്റേണ്ടി വരിക, അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. അതൊന്ന് മാറിക്കിട്ടും. പിന്നെ കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് കേന്ദ്ര സർക്കാരിൻ്റെ, നമ്മുടെ ഖജനാവിന് ലാഭമാകുന്നത്. ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ പോലീസ് സംവിധാനങ്ങൾ ഒരുക്കുന്നതിലും അതുപോലെ ഉദ്യോഗസ്ഥന്മാരെ വിന്യസിക്കുന്നതിലും അതിനുവേണ്ടി പണം മുടക്കുന്നതിലും ഒക്കെ, മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിൻ്റെ ഒരുമിച്ച് കാര്യങ്ങൾ നടത്തുക. എല്ലാ പ്രാവശ്യവും ഒരു രാജ്യത്ത് എല്ലാ ദിവസങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കുക എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ വികസനത്തിന് തന്നെ തടസ്സമാകുന്ന കാര്യങ്ങളാണ്. അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത്തരത്തിൽ ഒരു ഏകീകൃത തിരഞ്ഞെടുപ്പ്, ഒരു നിയമസഭയ്ക്കും ലോക്സഭയ്ക്കും ഒരു കാലഘട്ടത്തിലെ തിരഞ്ഞെടുപ്പ്, ഒരേ സമയം തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇതിനെ വെറുതെ കണ്ണുമടച്ചുകൊണ്ട് എതിർക്കുന്ന വിഭാഗങ്ങളുമുണ്ട്. അത് മോദി സർക്കാർ കൊണ്ടുവരുന്നതായതുകൊണ്ട് അതിന് എന്തൊക്കെ ഗുണമുണ്ടെങ്കിലും അതിനെ എതിർക്കണം എന്ന തരത്തിൽ എതിർക്കുന്നവരുണ്ട്. അത് ആ എതിർപ്പായിട്ട് നിൽക്കുകയുള്ളൂ. വലിയ ഫലവത്തായ കാര്യങ്ങളും ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ രാജ്യത്തിന് ഗുണകരമാണെന്നുണ്ടെങ്കിൽ അത് വിജയിക്കുക തന്നെ ചെയ്യും.